السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله العظيم. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, UAE ഖുതുബ ചർച്ച ചെയ്യുന്ന വിഷയം ആമുൽ മുജ്തമ, കമ്മ്യൂണിറ്റി ഇയർ അല്ലെങ്കിൽ സാമൂഹിക സേവന വർഷം എന്നതിനെ കുറിച്ചാണ്. ആദ്യമായി പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുന്നു, റബ്ബിനെ സൂക്ഷിക്കുകയും. എങ്ങനെയുള്ള റബ്ബാണ്? നമ്മളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിക്കുകയും ആ ഇണകളിൽ നിന്ന് ധാരാളം സന്താനങ്ങൾ ഉൽപ്പാദിക്കുകയും അങ്ങനെയൊക്കെയും ചെയ്യുന്ന സർവശക്തനായ റബ്ബിനെ നാം സൂക്ഷിക്കുക. നമ്മുടെ ഉത്തരവാദിത്വമായ കുടുംബബന്ധം പുലർത്തുകയും നാം നന്മകൾ ചെയ്യണമെന്നും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ നിരീക്ഷിക്കുക തന്നെ ചെയ്യും, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സാമൂഹിക സേവനം എന്നുള്ളത് ഏറ്റവും ഉത്തമമായ സമൂഹത്തെ വാർത്തെടുക്കുക എന്നൊരു കാര്യം ഓരോരുത്തരുടെയും ഓരോരു ഇൻഡിവിജ്വലിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്യമാണ്. നാം നന്നാവുമ്പോഴാണ് നമ്മുടെ കുടുംബം നന്നാവുക. നമ്മുടെ കുടുംബം നന്നാവുമ്പോഴാണ് നല്ലൊരു സമൂഹം അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിറ്റിയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുക. മനുഷ്യൻ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും തൻ്റെ സഹോദരൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും അവൻ്റെ വിഷമങ്ങളിൽ വിഷമിക്കുകയും അവനാവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യേണ്ടത് മനുഷ്യന്മാരായ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അതുതന്നെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അൽ മുഅ്മിനു മഅലഫത്തുൻ വലാ ഖൈറ ഫീമൻ ലാ യഅലഫു വലാ യുഅലഫ്. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇണങ്ങുന്നവനാണ്. അങ്ങനെ മറ്റുള്ളവരുമായി ഇണങ്ങാത്തവൻ, അതിനൊരവസരം കൊടുക്കാത്തവനിൽ ഒരു നന്മയുമില്ലെന്ന് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ പരസ്പരം സഹകരിച്ചാണ് വലിയ സമൂഹം വാർത്തെടുക്കേണ്ടത്. ഏതുപോലെ കൽബുന്യാനി യശുദ്ദു ബഅലഹു ബഅല, പരസ്പരം ശക്തി പകർന്നുകൊണ്ട് കെട്ടിടങ്ങൾ നിൽക്കുന്നതുപോലെ മനുഷ്യനെന്ന് പറഞ്ഞാൽ ഫൽ മുജ്തമഉ നഫ്സുൻ വാഹിദത്തുൻ വജസദുൻ വാഹിദ്, ഒരേ മനസ്സുമായി ഒരേ ശരീരവുമായി ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തുന്നതും അതുതന്നെയാണ്. ഇദസ്തകാ മിൻഹു ഉദ്വൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. നമ്മുടെ ശരീരത്തിലെ ഒരു അവയവത്തിന് അസുഖം ബാധിക്കുമ്പോൾ മറ്റുള്ള എല്ലാ അവയവങ്ങളും അതിൽ പങ്കുചേരുകയും ഉറക്കമൊഴിക്കുകയും പനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ വിഷമത്തിൽ നാം പങ്കെടുക്കുകയും അവന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യേണ്ടത് അത് സാമൂഹിക ബാധ്യതയാണ്, നന്മയാണ്. മറ്റുള്ളവരെ പ്രിയോറിറ്റി കൊടുക്കുക,
മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുക എന്നും ഇസ്ലാം മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. നമ്മുടെ സ്വന്തം ഇഷ്ടത്തേക്കാൾ നമ്മുടെ സഹോദരന്റെ ഇഷ്ടത്തെ നാം മുന്തിക്കുന്നുവെങ്കിൽ, അവന് വേണ്ടിയുള്ള പ്രയോറിറ്റി നാം നൽകുന്നില്ലെങ്കിൽ, നാം യഥാർത്ഥ വിശ്വാസിയല്ല, യഥാർത്ഥ മുഅ്മിനല്ലെന്ന് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നന്മയുടെ കാര്യത്തിൽ നാം പരസ്പരം സഹകരിക്കണം. നന്മയുടെയും തഖ്വയുടെയും വിഷയത്തിൽ നാം പരസ്പരം സഹകരിക്കുമ്പോഴാണ് ഒരു നല്ലൊരു സമൂഹം വാർത്തെടുക്കാൻ പറ്റുക. അങ്ങനെ നല്ലൊരു സമൂഹം വാർത്തെടുക്കുമ്പോൾ ഈ നാടിനാവശ്യമായ ഗുണങ്ങൾ ചെയ്യാൻ ആ സമൂഹത്തിന് കഴിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുതന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ. നന്മയുടെ വിഷയത്തിലും അള്ളാഹുവിനെ ഭയക്കുന്ന വിഷയത്തിലും നാം പരസ്പരം സഹകരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. അങ്ങനെ പരസ്പരം സഹകരിക്കുക നമ്മുടെ ഉത്തരവാദിത്യമാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി വ്യക്തമായി ചോദിക്കുക തന്നെ ചെയ്യും. ഫഹുവ മസ്ഊലുൻ അൻ നഫ്സിഹി മസ്ഊലുൻ അൻ ദീനിഹി വഇബാദതിഹി മസ്ഊലുൻ അൻ സിഹ്ഹതിഹി മസ്ഊലുൻ അൻ വലദിഹി മസ്ഊലുൻ അൻ അഹ്ലിഹി മസ്ഊലുൻ അൻ ഉസ്റതിഹി മസ്ഊലുൻ അൻ വദീഫതിഹി. നാം പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മോട് ചോദിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജോലിയെക്കുറിച്ചും നമ്മുടെ പണത്തെക്കുറിച്ചും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും നമ്മുടെ സമയത്തെക്കുറിച്ചും വളരെ കൃത്യമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കുക തന്നെ ചെയ്യും. അൽ ഉംറു യംളി വസ്സമാനു യർഹലു. നമ്മുടെ ആയുസ്സും കാലവും ഇങ്ങനെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ്. വകുല്ലുനാ അൻ കുല്ലി ഷൈഇൻ യുസ്അലു. എന്നാൽ അതിനെക്കുറിച്ചൊക്കെയും എല്ലാ കാര്യത്തിനെ കുറിച്ചും അള്ളാഹു നമ്മോട് ചോദിക്കുക തന്നെ ചെയ്യും. ഒരു സമൂഹം നന്നാവണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക്കിൽ നിന്ന് തന്നെയാണ് നാം ജോലി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ കുടുംബം എന്നുള്ളത്. കുടുംബത്തിൻ്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുക. നാം ആദ്യമായി സഹായിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുമ്പോൾ നാം ആദ്യമായി തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്, നമ്മളിൽ നിന്ന് തന്നെയാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവരെ സഹായിക്കണം. അവർക്ക് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങൾ മക്കളായ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനൻ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഉഫിൻ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അല്ലാഹു വളരെ വ്യക്തമായി തന്നെ പറയുന്നു, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടത് അല്ലാഹു കൽപ്പിക്കുന്ന കാര്യമാണ്. അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്യുകയും വിനയത്തിൻ്റെ വിരിപ്പുകൾ അവർക്ക് വേണ്ടി വിരിക്കുകയും അവരോട് എന്നൊരു വാക്കുപോലും നാം പറയാൻ പാടില്ല എന്നും അവസാനം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നു. അല്ലാഹുവേ, ഞങ്ങളോട് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് കരുണ ചെയ്തതുപോലെ നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മോട് കരുണ ചെയ്തതുപോലെ അവരെയും നീ റഹ്മത്ത് നൽകണമേ, അവർക്കും കരുണ ചെയ്യണമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ എത്ര വ്യക്തമായി തന്നെ പറയുന്നു. മറ്റൊരു ഉത്തരവാദിത്വം, സമൂഹം നന്നാവണമെങ്കിൽ നാം ചെയ്യുന്ന ജോലികളിൽ നാം ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ട്. നമുക്കൊരു ജോലി ഏൽപ്പിച്ചാൽ ആ റെസ്പോൺസിബിലിറ്റി കൃത്യമായി ചെയ്യാൻ നമുക്ക് കഴിയണം. അതാണ് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമല അഹദുക്കും അമലൻ അൻ യുഖ്തിനഹു. മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നാം ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരു കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് അതിൻ്റെ സമ്പൂർണ്ണ രൂപത്തിലാണ് ചെയ്യേണ്ടത്. അതാണ് റബ്ബിനിഷ്ടം, അതാണ് സർവശക്തനായ റബ്ബിന് പ്രിയമെന്ന് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമുക്കേൽപ്പിച്ച ജോലികൾ കൃത്യമായി ചെയ്യുമ്പോഴാണ് ആ ഭാഗം നന്നാവുകയും ആ സമൂഹം നന്നാവുകയും അതാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും വലിയ സംഭാവന നൽകാൻ നമുക്ക് കഴിയുന്നത്. മറ്റൊന്ന് നമ്മുടെ സ്വഭാവം നന്നാവുക എന്നുള്ളത്. മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ സ്നേഹിക്കാനും അവരോട് പുഞ്ചിരിച്ച് സംസാരിക്കാനും അവരുടെ വിഷമങ്ങൾ കേട്ടറിയാനും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യാനും നമുക്ക് കഴിയണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വഅഖ്രിബക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനുക്കും അഖ്ലാഖ. ഖിയാമത്ത് നാളിൽ എൻ്റെ കൂടെ ഇരിക്കുകയും എൻ്റെ കൂട്ടുകാരനായി ഞാൻ അവനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? യൗമൽ ഖിയാമത്തി അഹാസിനകും അഖ്ലാഖ. അത് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ മനുഷ്യനാണ്. അവൻ ഖിയാമത്ത് നാളിൽ എൻ്റെ കൂടെയായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവനെ എനിക്കിഷ്ടമാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ജീവിതമെന്ന് പറയുമ്പോൾ മുന്നോട്ടുള്ള വഴിയിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളും നാം ചിലപ്പോൾ അഭിമുഖീകരിച്ചെന്ന് വന്നേക്കാം. അതൊക്കെയും വളരെ പോസിറ്റീവ് മൈൻഡോടെ അതൊക്കെയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഉദാത്തമായ ജീവിതം പടുത്തുയർത്താൻ വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത്. ഇദാ ഖാല അർറജുലു ഹലക അന്നാസു ഫഹുവ അഹ്ലകുഹും. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ വന്നുകൊണ്ട് നമ്മുടെ സമൂഹം നാശത്തിലാണ് എന്ന് നെഗറ്റീവിൻ്റെ സ്വരം പറഞ്ഞാൽ അവനാണ് ആ സമൂഹത്തെ നാശത്തിലേക്ക് നയിച്ചത്. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് മൈൻഡോടെ നിൽക്കുക. അപ്പോഴാണ് നാം നന്നാവുകയും നമ്മുടെ കുടുംബം നന്നാവുകയും നമ്മുടെ സമൂഹവും രാജ്യവും ഒക്കെയും പുരോഗതിയിലെത്തുന്നത്. അല്ലാഹുവിന് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.